തൃശൂർ കാട്ടൂരിൽ സമ്മാനമടിച്ച ലോട്ടറിയുടെ വ്യാജൻ ഇറക്കി തട്ടിപ്പ്. ലോട്ടറി ഏജന്റ് നെല്ലിപ്പറമ്പിൽ തേജസിന് 15,000 രൂപ നഷ്ടമായി. തട്ടിപ്പ് നടത്തിയ ആളുടെ CCTV ദൃശ്യങ്ങളും കിട്ടി. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോയ്, അതായത് ഈ ഒരു ലോട്ടറി വ്യാജമായി തയ്യാറാക്കി അതുമായി ഏജന്റിനെ സമീപിച്ച് പണം വാങ്ങുകയായിരുന്നു. വലിയ തുകയല്ലാത്തതുകൊണ്ട് തന്നെ നേരിട്ട് പണം കൈമാറ്റം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതെ മധു, ഇങ്ങനെയാണ് സംഭവം. ഒരു ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഈ ലോട്ടറി തേജസിൻ്റെ അടുത്തേക്ക് എത്തുന്നു. തൃശ്ശൂർ കാട്ടൂർ സ്വദേശിയാണ്. തേജസിൻ്റെ അടുത്തേക്ക് എത്തുന്നു. 27-ാം തീയതിയാണ് ബൈക്കിലെത്തിയ ഈ വ്യക്തിയുടെ പക്കൽ 5,000 രൂപയുടെ ലോട്ടറി അടിച്ച 6 ലോട്ടറി ടിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എത്തുന്നത്. അത് 21-ാം തീയതി നറുക്കെടുത്ത കേരള സർക്കാരിൻ്റെ സമൃദ്ധി എന്ന ലോട്ടറിയുടേതാണ്. അതിൻ്റെ 3 ടിക്കറ്റുകൾ പക്ഷേ മാറിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പണമാണ് തേജസിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതായത് 15,000 രൂപയോളമാണ് തേജസ് കൊടുത്തത്. അത് കൊടുത്തതെന്ന് പറയുമ്പോൾ അതിൻ്റെ QR കോഡൊക്കെ തന്നെ പരിശോധിച്ച് ഈ കേരള സർക്കാരിൻ്റെ ഈ ലോട്ടറി സൈറ്റിൽ തന്നെ കയറി, ആ ലോട്ടറി ആപ്പിൽ തന്നെ, കേരള സർക്കാരിൻ്റെ ആപ്പിൽ തന്നെ കയറി ഈ ടിക്കറ്റ് അടിച്ചത് കൃത്യമാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോൾ ഈ നമ്പറിലുള്ള ലോട്ടറി ലോട്ടറി സമ്മാനം അടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി. അങ്ങനെ ഈ ടിക്കറ്റ് വാങ്ങി വെച്ച് 3 ടിക്കറ്റിൻ്റെ പണമായി 15,000 രൂപ നൽകുകയാണ് ചെയ്തത്. ആ 15,000 രൂപയുമായി ഈ വ്യക്തി മുങ്ങുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഈ തേജസ് ഈ ലോട്ടറി കൃത്യമായ ഏജൻസിയിൽ കൊണ്ടുപോയി അതിൻ്റെ പണം തിരികെ വാങ്ങാനായി ശ്രമിച്ചപ്പോഴാണ് ഈ ലോട്ടറി വ്യാജനാണെന്ന് മനസ്സിലായത്. അതായത് കൃത്യമാണ് ഈ ലോട്ടറി ടിക്കറ്റിൻ്റെ ബാർകോഡ് ഉൾപ്പെടെ, സീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ പേപ്പർ ഉൾപ്പെടെ കൃത്യമായി തന്നെ സാധാരണ ഒരു ലോട്ടറി എങ്ങനെയാണോ അങ്ങനെ തന്നെയാണുള്ളത്. ഇതിൽ 2 തരത്തിലുള്ള ഒരു കാര്യമാണ് തേജസ് പറയുന്നത്. ഒന്നുകിൽ ഈ ലോട്ടറി അടിച്ചതിന് ശേഷം ഈ ലോട്ടറി അടിച്ച വ്യക്തി ഈ ലോട്ടറി ടിക്കറ്റിൻ്റെ വ്യാജൻ ഇറക്കാനായി അദ്ദേഹം ഒരു ശ്രമം നടത്തുകയും അങ്ങനെ അത് കൃത്യമായ ഒരു ലോബി ഉണ്ടാകും. ആ ലോബി ആ ലോട്ടറി ടിക്കറ്റിൻ്റെ വ്യാജൻ ഇറക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും തരത്തിൽ ഈ ലോട്ടറി ഏജൻസി കവളപ്പാറ എന്നാണ് അടിച്ചിരിക്കുന്നത്, അതിൽ സീൽ അടിച്ചിരിക്കുന്നത്. കവളപ്പാറ മലപ്പുറത്തെ കവളപ്പാറയാണോ അതോ ഇനി വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് കവളപ്പാറ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നുള്ളതാണ് തേജസ് പറയുന്നത്. എന്തായാലും ആ ലോട്ടറി എടുത്ത ഏജൻസി അവിടെ നിന്നും ഒരുപക്ഷെ ഇതിൻ്റെ വ്യാജൻ ഇറക്കി ഇത് ലോട്ടറി അടിച്ച് അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഇത് പലയിടങ്ങളിലേക്കായി വിതരണം ചെയ്തു എന്നുള്ളത്. ഇത് സാധാരണ ചെറിയ ഏജൻസികൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇത് ഈ ലോട്ടറി ടിക്കറ്റ് അടിച്ചിട്ടുണ്ടോ എന്ന് മാത്രമാണ് നോക്കുക. അതിൻ്റെ കൃത്യമായ ആധികാരികതയൊക്കെ തന്നെ, കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ, ആ ടിക്കറ്റുള്ള എല്ലാം തന്നെ പരിശോധിക്കാനുള്ള സംവിധാനമൊന്നും തന്നെ ചെറിയ ലോട്ടറി ഏജന്റുമാരുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. എന്തായാലും കാട്ടൂർ പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്തിട്ടുണ്ട്. കാട്ടൂർ പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ശേഖരിച്ചിട്ടുമുണ്ട്. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. ബമ്പർ അടിച്ച ആ ടിക്കറ്റ് അതിൻ്റെ വ്യാജം തയ്യാറാക്കിയിട്ടാണ് ഈ പണം തട്ടിക്കാനുള്ള ശ്രമം നടത്തിയത്. എന്തായാലും അയാളുടെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും